ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനപ്പാങ്കുന്നിലാണ്. പനപ്പാങ്കുന്നിൽ ഞാൻ നിൽക്കുന്നത് പറഞ്ഞാൽ ഒരു പാർക്കിലോ ഒന്നുമല്ല. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനപ്പാങ്കുന്ന് LP സ്കൂളിലാണ്. പ്രവേശനോത്സവത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന LP സ്കൂളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ കൊച്ചു കൂട്ടുകാർക്ക് കളിക്കാവുന്ന രീതിയിലുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കൊച്ചു കൂട്ടുകാർക്ക് ഇതിലേക്കൂടെ കയറിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കയറി ഇതുവഴി ഇവിടെ നിരങ്ങി ഇറങ്ങാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെയൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് നല്ല പ്രത്യേകതകളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു രസം എന്ന് പറഞ്ഞാൽ കൊച്ചു കൂട്ടുകാർ കളിക്കാത്തൊക്കെ ആ ഒരു ഇതിലാണ് ചെയ്തേക്കുന്നത്. പാർക്ക് നല്ല അടിപൊളിയായിട്ട് ആണ് ഓരോന്നും ചെയ്തേക്കുന്നത്. കണ്ടോ, പണിയൊക്കെ അടിക്കണം കൊച്ചുങ്ങൾക്ക്. പിന്നെ ഇത് കണ്ട വള്ളം കളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വള്ളം, പിന്നെ പൊങ്ങി രണ്ട് സൈഡിലിരുന്ന് കുട്ടിയെ കളിക്കാവുന്ന രീതിയിലുള്ള ഇത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധിയുടെ ഒരിതുണ്ട്. നമ്മളിപ്പം കാണുന്നത് പറഞ്ഞേണ്ട ഇത് ഗവൺമെൻറ് LP, ഇത് 2010 ചെയ്തതാണ് മഹാത്മാഗാന്ധിയുടെ ഈ പ്രതിമ. നല്ല അടിപൊളി ഇതിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. എല്ലാ സ്കൂളിലെയും കണക്ക് നെല്ലിമരം കൂടെ ഉണ്ട്. ഈ നെല്ലിമരത്തിന് ഒരുപാട് കഥകളൊക്കെ പറയാൻ കാണും. ഒരുപാട് പേര് ബാല്യം കണ്ട ഒരാളാണ് ഈ നെല്ലിമരം. നെല്ലിമരത്തിന് ഇപ്പോഴും ഇവിടെ ഒരു 19 വയസ്സുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നെല്ലിമരത്തിന് അയാളെ ബാല്യം അറിയാം. ഇത് നെല്ലിക്ക പറിച്ച് ഇന്നത്തവരാരും കാണത്തില്ല. അടന്ന് വീണെങ്കിൽ ഒരെണ്ണം കിട്ടും. കുട്ടിക്കാലത്ത് അതൊക്കെ പറക്കുന്ന രസമില്ല. ഇതാണ്ട അടുത്തൊരു പ്രത്യേകത പറഞ്ഞാൽ പപ്പായ മുറിച്ച് വെച്ചേക്കുന്ന രീതിയിൽ ചെയ്തേക്കുന്നത്. പിന്നെ നല്ല വൃത്തിയായിട്ടാണ് സൈഡ് വാളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ട്. പിന്നെ കണ്ട തറ കണ്ട. ഇവിടെ ഞാൻ വരാണ്ട കാരണം നമ്മളെ നാട്ടുകാരനെ ഗോപൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ ഈ വർക്കൊക്കെ ചെയ്തേക്കുന്നത്. ആർട്ടിസ്റ്റ് ഗോപൻ എന്ന് പറയും. കണ്ടാ, ഇത് കേവ് മോഡലിലാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. വെള്ളമൊക്കെ നല്ല രീതിയിൽ വരുന്നു. ഒരു പാലത്തിൽ കൂടെ നമ്മൾ കയറിയിട്ട് രണ്ട് സൈഡും കണ്ട. കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. നമ്മളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതിങ്ങനെയുള്ള സെറ്റപ്പൊന്നുമില്ല. പ്രവേശനോത്സവം പോലും ഇല്ല. കണ്ടാ, ഇപ്പം നമ്മുടെ ഈ ഇന്നത്തെ നൂറ്റാണ്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് പാവപ്പെട്ടവൻ്റെ കൊച്ചുങ്ങൾ മാത്രം മലയാള സ്കൂളിൽ പോകുന്ന ഒരു പ്രവണതയായി. പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റം വരാനായിട്ടായിരിക്കും സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. സ്കൂൾ മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാലയൊക്കെ കെട്ടി നല്ല സെറ്റായിട്ടാണ് അലങ്കരിച്ചേക്കുന്നത്. നാട്ടിൻപുറത്തെ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. പണ്ട് കാലത്ത് നമ്മൾ പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. സർക്കാർ മാറി മാറി വന്നപ്പോഴത്തേക്ക് പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. പക്ഷേ ഇന്നും നമ്മളെ ആട്ടിത്തത്തിൻ്റെ ഭാഗമായിട്ടായാലും ഇംഗ്ലീഷിൻ്റെ ഉള്ള ഒരു സ്നേഹം കൊണ്ടായാലും പൈസ കൊടുത്ത് പഠിക്കുന്നവരും ഉണ്ട്. വീണ്ടും അതിലേക്കാണ് മനുഷ്യൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താ വ്യൂ അടിപൊളിയായിട്ടാണ് ചെയ്തത്. നല്ല ഒറിജിനാലിറ്റിയാണ് ഇതെല്ലാം. സ്കൂളിലും നല്ല വർക്കുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി, നല്ല നീറ്റാണ്. കൊച്ചുങ്ങൾക്ക് ഇരിക്കാം. അകത്തുണ്ട് ഇരുന്ന് വള്ളത്തിൻ്റെ അതിനകത്തൊക്കെ ഇരുന്ന് നല്ല സെറ്റായിട്ട്